പാണി കൊട്ടുന്ന മാരാർമാർ, കുത്തുവിളക്കുമായി വാര്യർ, ക്ഷേത്രാവകാശമുള്ള തന്ത്രി, ബലിബിംബവുമായി മേൽശാന്തിയും. ക്ഷേത്രങ്ങളിൽ നമ്മൾ തൊഴുത് പ്രാർത്ഥിക്കുന്ന പ്രധാന വിഗ്രഹത്തെ കൂടാതെ ലോഹനിർമ്മിതമായ, അത് സ്വർണത്തിലാവാം, വെള്ളിയിലാവാം, പഞ്ചലോഹങ്ങൾ കൊണ്ടാവാം, ഇങ്ങനെ ഇളകുന്ന ഒരു വിഗ്രഹം ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കും. ഈ വിഗ്രഹമാണ് പുറത്തെഴുന്നള്ളിപ്പിനും മറ്റും ഉപയോഗിച്ചു വരുന്നത്. അതുപോലെ തന്നെ ചില പ്രധാന ക്ഷേത്രങ്ങളിലെ നിത്യശീവേലിയിലും ഇത് ഉപയോഗിക്കുന്നതായി കാണാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു ക്ഷേത്ര ശീവേലിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പരിചയപ്പെടുത്തിയ പാണി കൊട്ടുന്ന മാരാർമാരും, കുത്തുവിളക്കുമായി വാര്യരും, ക്ഷേത്രാവകാശമുള്ള തന്ത്രിയും, അതുപോലെ തന്നെ ബലിബിംബവുമായി ക്ഷേത്രം മേൽശാന്തിമാരും മറ്റും ചേർന്ന് ക്ഷേത്രപാലകർക്കും ദ്വാരപാലകർക്കും സപ്തമാതൃക്കൾക്കും അതുപോലെ ഭൂതഗണങ്ങൾക്കും നിത്യപൂജയിലെ വിശേഷമായിട്ട് ഹവിസ്, ജലഗന്ധ പുഷ്പങ്ങൾ, നീര് എന്നിവ അർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ക്ഷേത്രം ശീവേലി. ക്ഷേത്രത്തിന് ചുറ്റും 3 തവണ വലം വെച്ച് ഇവർ നടത്തുന്ന മഹത്തായ ഈ ഒരു ചടങ്ങ് നിത്യശീവേലിയിലൊക്കെ ലളിതമായിരിക്കുമെങ്കിലും ഉത്സവ ദിവസങ്ങളിലും മറ്റും പ്രധാന വിശേഷ ദിവസങ്ങളിലും പാണ്ടിമേളങ്ങളും മറ്റു വാദ്യമേളങ്ങളുമായി ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന ക്ഷേത്രങ്ങളെയും നമുക്ക് കാണാവുന്നതാണ്. കാസർഗോഡുള്ള തൃക്കണ്ണാട് ശ്രീ ത്രയംബകേശ്വര ക്ഷേത്രത്തിലെ നിത്യ ശീവേലി കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്.